ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ വീഡിയോയ്ക്ക് ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ രീതിയിലുള്ള ഓഡിയോ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. Hi guys, what's up? It's me Agil Range and welcome to my channel. വീഡിയോ എടുക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ആ വീഡിയോയിലെ ഓഡിയോ നല്ല രീതിയിലാവണമെന്ന് നമുക്ക് എപ്പോഴും വാശി പിടിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. എന്നാൽ അതിനെല്ലാം ഒരു സൊല്യൂഷനുമായി നിങ്ങളുടെ വീഡിയോയ്ക്ക് അഡോബ് പ്രീമിയർ പ്രോയിലൂടെ ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ രീതിയിലുള്ള ഓഡിയോ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തതിന് ശേഷം കാണുന്ന യൂസർ ഇൻ്റർഫേസ് ആണിത്. ഇപ്പോൾ എഡിറ്റിംഗ് വിൻഡോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി എൻ്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് ഒരു ഓഡിയോ ഫയൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് പാനലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓഡിയോ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓപ്പൺ. ഇനി അത് ടൈം ലൈൻ പാനലിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ടൈം ലൈനിലുള്ള ഓഡിയോ ഫയലിൻ്റെ ഒരു കോപ്പി കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. വേറെ ഒന്നിനുമല്ല, ഓരോ പ്രാവശ്യം എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കോപ്പി കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഓഡിയോ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സെയിം കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഓഡിയോ ഫയലിനാണ് ഞാൻ എഫക്ട്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റഡ്ലി പ്ലേ ചെയ്യേണ്ട ആവശ്യവും വരും. അത് ചെയ്യാൻ എളുപ്പത്തിനാക്കാൻ വേണ്ടി ഞാൻ ഈ ഫയലിനെ ഒരു ലൂപ്പിൽ കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഓഡിയോ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇനീഷ്യൽ പോയിന്റിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ഐ, അതിനുശേഷം അതിൻ്റെ എൻഡ് പൊസിഷനിൽ പ്ലേ ബാർ പൊസിഷൻ ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓ. ഇനി ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലൂപ്പ് ബട്ടൺ ഇതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഈ പാനലിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം ലൂപ്പ് ബട്ടൺ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഈ ഓഡിയോ ഫയൽ ഒരു ലൂപ്പിലാണ്. ഇനി നമുക്കിത് പ്ലേ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മാത്രം മതി. ഒരു പ്രാവശ്യം പ്ലേ ചെയ്ത് നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഓക്കെ, പ്രീമിയർ പ്രോയിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് എഫക്റ്റ് ആണ് Parametric Equalizer. പാരാമെട്രിക് ഈക്വലൈസർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് എഫക്ട്സ്. എഫക്ട്സ് വിൻഡോയിലെ സെർച്ച് ബോക്സിൽ ടൈപ്പ് പാരാമെട്രിക് ഈക്വലൈസർ. പാരാമെട്രിക് ഈക്വലൈസർ എഫക്ട്സ് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓഡിയോ ഫയലിൽ ഡ്രോപ്പ് ചെയ്യാം. ഇനി അത് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എഫക്ട്സ് കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് എഡിറ്റ്. പാരാമെട്രിക് ഈക്വലൈസറിൽ ലോ എൻഡ് ഫ്രീക്വൻസി ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പാരാമെട്രിക് ഈക്വലൈസറിൽ ലോ ഫ്രീക്വൻസി വാല്യൂ 120, 130 അതിനിടയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി മൗസ് ഉപയോഗിച്ച് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 130 ആണ് ലോ എൻഡ് ഫ്രീക്വൻസി ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഡെസിബൽ വാല്യൂ 20 കൊടുത്തു. അതിനുശേഷം ഷെൽഫിൽ ക്ലിക്ക് ചെയ്യാം. വേവ് ഫോം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ എങ്ങനെ ഇരിക്കും എന്ന് കേട്ടു നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഒറിജിനൽ ഫയൽ എങ്ങനെയൊന്ന് നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒറിജിനൽ ഫയലും പാരാമെട്രിക് ഈക്വലൈസർ എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഉണ്ടായ വ്യത്യാസം എന്താണെന്ന്. ലോ എൻഡ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സിനെല്ലാം ബൂസ്റ്റ് ചെയ്ത് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നതും കൂടുതൽ ക്ലാരിറ്റിയുമുള്ള ഒരു ഓഡിയോ ഫയലാക്കി മാറ്റാൻ പാരാമെട്രിക് ഈക്വലൈസറിന് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് സെക്കൻഡ് എഫക്ട്സ് അതെന്താണെന്ന് നോക്കാം. മാസ്റ്ററിംഗ് എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി എഫക്ട്സ് പാനലിലെ സെർച്ച് ബോക്സിൽ ടൈപ്പ് മാസ്റ്ററിംഗ്. ഓക്കെ, മാസ്റ്ററിംഗ് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓഡിയോ ഫയലിലേക്ക് അത് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം മാസ്റ്ററിംഗ് എഫക്ട്സിൻ്റെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മാസ്റ്ററിംഗ് എഫക്റ്റ് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൽ ഓൾറെഡി ഹൈ ഷെൽഫ് എനേബിൾഡ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് എനേബിൾ ലോ ഷെൽഫ് അത് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് റിവർബ് 0-ൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി പാരാമെട്രിക് എഫക്ട്സും മാസ്റ്ററിംഗ് എഫക്ട്സും ആഡ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ ഫയൽ നമുക്ക് കേട്ടു നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. അതിനുശേഷം ഒറിജിനൽ ഫയൽ ഒന്ന് കേട്ടു നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഒറിജിനൽ ഫയലിൽ നിന്നും എഫക്ട്സ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫയൽ വളരെയേറെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്പീക്കറിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ടു നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് 2 എഫക്ട്സ് കൂടി ആഡ് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ എഫക്ട്സ് എന്താണെന്ന് നോക്കാം. Multiband Compressor. മൾട്ടിബാൻഡ് കംപ്രസർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യാം മൾട്ടിബാൻഡ് കംപ്രസർ. എഫക്ട്സ് ഡ്രാഗ് ചെയ്ത് ഓഡിയോ ഫയലിൽ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് കൺട്രോളിലെ മൾട്ടിബാൻഡ് കംപ്രസറിൻ്റെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രീമിയർ പ്രോയിലും അതുപോലെ തന്നെ അഡോബിൻ്റെ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ അഡോബ് ഓഡിഷനിലും ഏറ്റവും എഫക്റ്റീവായ കംപ്രസർ അത് ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടിബാൻഡ് കംപ്രസറാണ്. അതിനു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടിൽ പല റേഞ്ചിലുള്ള പല ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട് വേവ്സ് ഉണ്ട്. മൾട്ടിബാൻഡ് കംപ്രസർ ഓരോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെയും അല്ലെങ്കിൽ ഓഡിയോ റേഞ്ചസിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ മൾട്ടിബാൻഡ് കംപ്രസറിന് കഴിയും. ഇടതുവശത്ത് കാണുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ റേഞ്ച്. അതിനേക്കാളും കൂടിയതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിനേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഓഡിയോ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ലോ ഓഡിയോ റേഞ്ചസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതിനുവേണ്ടി ഓഡിയോ ഫയൽ പ്ലേ ചെയ്തതിനു ശേഷം ഈ യെല്ലോ മാർക്കർ ഏത് പോയിന്റിലാണ് ഹിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവിടെ ഈ പോയിന്റർ പ്ലേസ് ചെയ്യാം. അതിനെ ത്രഷോൾഡ് എന്നാണ് പറയുന്നത്. ഈ ഓഡിയോ ഫയൽ പ്ലേ ചെയ്തപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ത്രഷോൾഡ് വാല്യൂ ഏകദേശം 36 ആ റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ ഈ പോയിന്റർ ത്രഷോൾഡ് വാല്യൂ ആയി 36-ൽ ഫിക്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഗെയിൻ ഞാൻ ചേഞ്ച് ചെയ്ത് 10 ഡെസിബൽ ആക്കുകയാണ്. ഇതാണ് ഏകദേശം ഒരു നോർമലായിട്ടുള്ള ഒരു വാല്യൂ. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഓഡിയോ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഈ 3 എഫക്ട്സും ആഡ് ചെയ്തതിന് ശേഷം വലിയ മാറ്റം തന്നെ ഈ ഓഡിയോ ഫയലിന് വന്നിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ ഫയൽ പ്ലേ ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഈ എഫക്ട്സ് ആഡ് ചെയ്ത ഓഡിയോ ഫയൽ ഒന്ന് കേട്ടു നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. Improve your audio with these 4 effects in Premiere Pro tutorial. ഇനി നമുക്ക് ലാസ്റ്റ് എഫക്ട്സ് അതേതാണെന്ന് നോക്കാം. Hard limiter. ഹാർഡ് ലിമിറ്റർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫക്ട്സിൻ്റെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഹാർഡ് ലിമിറ്റർ. അതിനുശേഷം ആ എഫക്ട്സ് ഓഡിയോ ഫയലിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് എഫക്ട്സ് കൺട്രോളിൽ അതിൻ്റെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിമിറ്റ് ടു -3 dB കൊടുക്കാം. ഞാൻ നോർമലി കൊടുക്കുന്നത് -3 dB ആണ്. പക്ഷേ ചില ഓഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് -6 കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സൗണ്ട്
കറക്റ്റായിട്ട് വരാം. അതുകൊണ്ട് -3 തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ -3 ഡെസിബലാണ് കൊടുക്കുന്നത്. -3 dB കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിക്ക് വളരെ അരോചകമായിട്ട് നമുക്ക് തോന്നും. ഓഡിയോമീറ്ററിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് റെഡ് ലൈൻ കാണിക്കുന്നത്. റെഡ് ലൈൻ കാണിക്കുന്ന ഒട്ടുമിക്ക സൗണ്ടും അത് നമുക്ക് ചെവിക്ക് അത്ര സുഖകരമല്ലാത്ത സൗണ്ടാണ്. അതുകൂടാതെ അത് ക്ലിപ്പിങ്ങും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് -3 കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അവസാനത്തെ എഫക്ട്സായ ഹാർഡ് ലിമിറ്റർ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ ഫയലിൻ്റെ മാറ്റം എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം. Improve your audio with these 4 effects in Premiere Pro tutorial. ഇനി ഇതിനുണ്ടായ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒറിജിനൽ ഓഡിയോ ഫയൽ ഒന്ന് കേൾക്കാം. അതിനുശേഷം ഈ 4 എഫക്ട്സും ആഡ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ ഫയലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. Improve your audio with these 4 effects in Premiere Pro tutorial. Improve your audio with these 4 effects in Premiere Pro tutorial. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം മാറ്റമാണ് വെറും ഈ 4 എഫക്ട്സ് ആഡ് ചെയ്തതിലൂടെ നിങ്ങളുടെ ഓഡിയോയ്ക്ക് ഉണ്ടായത്. ഈ 4 എഫക്ട്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ രീതിയിലുള്ള ഓഡിയോ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. അഡോബ് പ്രീമിയർ പ്രോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അതിന് റീപ്ലൈ തരുന്നതായിരിക്കാം. ഇനി അറിയാത്തതാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്യൂട്ടോറിയലുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്രിക്സും ടിപ്സുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.